കരുത്തുകാട്ടി വീണ്ടും ആലുവ പോലീസ്. മോഷണ നാടകം പൊളിച്ചതോടെ പിടിയിലായത് മുസ്ലിം പുരോഹിതനായ അൻവർ. മന്ത്രവാദത്തിന്റെ മറവിൽ അൻവർ തട്ടിയെടുത്തത് 40 പവനും 6 ലക്ഷം രൂപയുമാണ്. ഒരു മോഷണ നാടകമാണ് ഇതോടെ പൊളിഞ്ഞത്. ആറ് ദിവസം മുൻപാണ് ആലുവ ചെമ്പകശ്ശേരിയിൽ താമസിക്കുന്ന ഇബ്രാഹിം കുട്ടിയുടെ വീട്ടിൽ നിന്ന് 40 പവൻ സ്വർണവും 6 ലക്ഷം രൂപയും മോഷണം പോയത്. ഇബ്രാഹിം കുട്ടിയും ഭാര്യയും മാത്രമായിരുന്നു വീട്ടിൽ താമസം. ഇരുവരും പുറത്തുപോയ സമയത്ത് വീട് കുത്തി തുറന്ന് മോഷണം നടത്തി എന്നായിരുന്നു പരാതി. വാതിൽ ഇങ്ങനെ ഞാൻ കൂട്ടിക്കൊണ്ട് പോയ രൂപത്തിലാണ് ഇരുന്നേച്ച, തുറന്ന് കിടപ്പുണ്ടായില്ല. അപ്പോൾ വന്ന് നോക്കുമ്പോഴാണ് ഈ വാതിൽ തുറന്ന് ഇതിൻ്റെ ആ ലോക്കൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് ഇതായിരിക്കണം. അപ്പം ഞാൻ മുറികളിലൊക്കെ ചെന്ന് നോക്കിയപ്പോൾ എല്ലാവരും ഇങ്ങനെ വലിച്ചു വാരിയിട്ടേക്കാണ്. എൻ്റെ സ്വർണ്ണം, പിന്നെ മോക്കടെ സ്വർണ്ണം ഉണ്ടായി. മോക്കട് പ്രസവത്തിൽ വന്നപ്പോൾ ഇത്തിരി കൂടെ വസ്ത്രം പോയിട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായില്ല. എല്ലാം കൂടി 40-40 ഉണ്ട്. അതിൽ കൂടുതലുണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ മരുമോക്കടെ 2 കോയിനുണ്ടായി. ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ട്വിസ്റ്റ് ഉണ്ടായത്. വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഇബ്രാഹിം കുട്ടിയുടെ ഭാര്യ പിടിയിലായ അൻവറിനെ സമീപിച്ചു. ഭർത്താവിനും മക്കൾക്കും മരണം സംഭവിക്കുമെന്ന് അൻവർ വയോധികയോട് പറഞ്ഞു. അലമാരയിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണവും പണവുമാണ് വീട്ടിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ധരിപ്പിച്ചു. ഇത് വിശ്വസിച്ചാണ് വീട്ടുടമയുടെ ഭാര്യ മോഷണ നാടകം നടത്തിയത്. സ്വർണവും പണവും തട്ടിയെന്ന് അൻവർ സമ്മതിച്ചിട്ടുണ്ട്. ഈ ലേഡി ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരിക്കുകയാണ് ഇയാൾ. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഈ പണവും ഇത് വെച്ച് കഴിഞ്ഞാൽ മക്കള് അവിടെ ഉണ്ടെങ്കിൽ മക്കൾക്ക് ദോഷമുണ്ടാകും, മക്കൾ മരിച്ചു പോകുമെന്ന് പറയുകയും തുടർന്ന് പിന്നീട് ഈ പണവും അതുപോലെ തന്നെ ഈ സ്വർണവും അവിടെ തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഉസ്താദ് ഈ ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നത്. ഭർത്താവിനെ വിളിച്ച് പറയുക, ഇങ്ങനെ മോഷണം പോയിട്ടെന്ന് പറയുക. ഒരിക്കലും ഉസ്താദിന്റെ പേര് പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആ സ്പോട്ടില് ഇവരുടെ മകളും മകനും മറ്റു വീട്ടുകാരും ഭർത്താവും മരിച്ചു പോകുമെന്ന് പറഞ്ഞ ആ പേടിയിൽ ഈ ലേഡി കംപ്ലീറ്റ് സ്വർണവും കാര്യങ്ങളും എത്തിക്കുകയാണ് ഉണ്ടായത്. 2 വർഷം മുമ്പ് അടുത്ത ബന്ധുവഴിയാണ് ഇബ്രാഹിം കുട്ടിയുടെ ഭാര്യ തട്ടിപ്പുകാരനായ അൻവറിനെ പരിചയപ്പെട്ടത്. ഇയാളെ അന്ധമായി വിശ്വസിച്ചതാണ് പണം നഷ്ടപ്പെടാൻ കാരണം. എറണാകുളം റൂറൽ SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ ആലുവ ഡിവൈഎസ്പി TR രാജേഷാണ് കേസ് അന്വേഷിച്ചത്. 24 കൊച്ചി.